തിരുവനന്തപുരം കനകക്കുന്ന് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ നിറവിലാണ് പുഷ്പോത്സവവും ലൈറ്റ് ഷോയും ഒക്കെയായി പകിട്ടാർന്നിരിക്കുകയാണ് കനകക്കുന്നിപ്പോൾ. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുകയാണ്. അഞ്ജു, എല്ലാ കാലത്തും തലസ്ഥാനത്തെ ആഘോഷം ഇത്തരത്തിൽ ദീപാലങ്കൃതമായി ഒരുപാട് ആളുകൾ ഒത്തുചേരുന്ന ആഘോഷമാണ്. ഇന്ന് എന്തൊക്കെയാണ് തലസ്ഥാനത്തെ കാഴ്ചകൾ? രുചിഷ് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തു നിന്ന് തന്നെ തുടങ്ങുകയാണ്. എല്ലാ സമയത്തും, അതായത് എല്ലാ ആഘോഷങ്ങൾ വേളയിലും ഈ തലസ്ഥാനം ഇങ്ങനെ നിറങ്ങളാലും പൂക്കളാലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് കാണാറ്. ഇപ്പോൾ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണാൻ സാധിക്കും. വിനോദസഞ്ചാര വകുപ്പ് കനകക്കുന്നിൽ ഒരുക്കിയിട്ടുള്ള വസന്തോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുഷ്പമേളയിലാണ് നമ്മളുള്ളത്. ഇവിടെ തന്നെ ന്യൂ ഇയർ ലൈറ്റ് ഷോയും പുഷ്പമേളയും അല്പസമയം മുമ്പാണ് മന്ത്രി ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നത്. നിരവധി ആളുകളാണ് ഇത് കാണാനായി എത്തിയിട്ടുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് ഈ കാഴ്ചകൾ എന്നൊക്കെ. ചേച്ചി, എല്ലാ തവണയും വരാറുണ്ടോ ഇങ്ങനെ? എല്ലാം ആദ്യമായിട്ടാണ് വരുന്നത്. ഭയങ്കര സന്തോഷമായി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്താ ഫ്ലവേഴ്സ് ആണോ അല്ലെ ലൈറ്റനിങ് ആണോ? എല്ലാം മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ചേട്ടാ? കുഴപ്പമില്ല. എല്ലാ ക്രിസ്മസും ഇതുപോലെ എവിടെയെങ്കിലും ആഘോഷിക്കാൻ പോകാറുണ്ടോ? ഇല്ല, ഇവളിവിടെ വന്നിട്ടില്ലായിരുന്നു. ചേച്ചിയുടെ നിർബന്ധത്താലും? അതെ. ഒരു ക്രിസ്മസ് ആഘോഷിക്കാന്ന് വെച്ച് വീട്ടിൽ ഇന്ന് വെറുതെ നിന്നതാണ്. അപ്പം ഇന്നൊരു ദിവസം ഇങ്ങനെ അടിച്ചു പൊളിക്കാന്ന് വെച്ച്. ഇതാ രുചേഷ്, ഇതുപോലെ ആളുകളൊക്കെ ക്രിസ്മസ് ആഘോഷം എങ്ങനെ കനകക്കുന്നിലാക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. ചേച്ചി, എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ? Okay, fine, very fine. Okay. How's the view? View is also okay only. Where you from? From Tamil Nadu, Kanyakumari district. Yes. എല്ലാ തവണയും இந்த மாதிரி ലാസ്റ്റ് ഇയറും വന്നു. ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ വിവിധ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ മറ്റ് നാടുകളിൽ നിന്ന് ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. രുചേഷ്, ഒരുപക്ഷെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള പുഷ്പങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള പുഷ്പങ്ങൾ, ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് എത്തിച്ചിട്ടുള്ള പുഷ്പങ്ങൾ ക്യൂറേറ്റ് ചെയ്തവയാണ് ഇവിടെ ഉള്ളത്. ജനുവരി 3 വരെ ഇവിടെ ഇത്തരത്തിൽ വസന്തോത്സവം കാണും. ആളുകളുടെയൊക്കെ തിരക്ക് നേരത്തെ വലിയ തരത്തിലുള്ള തിരക്കായിരുന്നു. എല്ലാവരും സെൽഫി എടുക്കുന്നതിലും ഈ കുടുംബത്തോടൊപ്പം വന്ന് ആഘോഷിക്കാനുള്ള ഒരു ഇടമായിട്ടും സുഹൃത്തുക്കളുടെ ഒപ്പമൊക്കെ ആഘോഷിക്കാനുള്ള ഇടമായിട്ടും ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് മക്കളെ? ഇഷ്ടമായോ? എന്താ ഫ്ലവേഴ്സ് ആണോ ലൈറ്റിനിങ് ആണോ? എന്താണ് ഇഷ്ടമായത്? ഫ്ലവേഴ്സ് ആണോ? എങ്ങനെയുണ്ട് ചേച്ചി? അടിപൊളി. ഇഷ്ടമായി. എവിടെ നിന്ന് വരിക നിങ്ങൾ? നമ്മള് പേരൂർ കട. ഫാമിലി ആയിട്ട് വരാനാണ്. ഇഷ്ടമായോ? ഇഷ്ടമായി. ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ രാത്രി ഇതിങ്ങനെ ആസ്വദിച്ച് ഉല്ലസിച്ച് നടക്കുകയാണ്. കാണാൻ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. എല്ലാവരും ആ കാഴ്ചകളൊക്കെ കാണുന്നതിൻ്റെ തിരക്കാണ്. ചിലവരൊക്കെ ക്യാമറ കാണുമ്പം തന്നെ ഓടി മറയുന്ന കാഴ്ചകൾ ഉൾപ്പെടെ കാണാൻ സാധിക്കും. അങ്ങനെ ഈ കനകക്കുന്ന് കൊട്ടാര വളപ്പ് മുഴുവൻ പുഷ്പങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച. പ്രവേശന കവാടം തൊട്ട് ഇങ്ങോട്ടേക്ക് വളരെ വലിയ ദീപാലങ്കാരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെ ഈ നടവഴികൾ, മരങ്ങൾ, അതുപോലെ തന്നെ മതിൽ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ ദീപാലങ്കാരങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് അങ്ങനെ നിരവധി പേര് ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ നേരത്തെ കണ്ടതുപോലെ തന്നെ ആളുകൾ മൈക്കുമായി വരുമ്പോൾ ഓടി ഒളിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. എന്തായാലും കാഴ്ചകൾ കണ്ടും ആസ്വദിച്ചുമൊക്കെ ആളുകൾ ഈ ക്രിസ്മസ് രാത്രി ഉല്ലസിച്ച് നടക്കുന്നത് കാണാൻ സാധിക്കും. ഈ കാഴ്ച ജനുവരി 3 വരെ ആസ്വദിക്കാൻ സാധിക്കും. എന്തായാലും മനോഹരമായ പൂച്ചെടികളുടെ ഉദ്യാനമുണ്ട്, ബോൺസായി ചെടികളുണ്ട്, അങ്ങനെ അപൂർവമായിട്ടുള്ള കട്ട് ഫ്ലവർ ഡിസ്പ്ലേ, അങ്ങനെ വിവിധ ഇനം ചെടികൾ ഇങ്ങനെ ആസ്വദിക്കാൻ നിരവധി ഉണ്ട്. നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട് ചേച്ചി? ഇഷ്ടമായോ? ഇഷ്ടമായി. ആളുകളൊക്കെ ഇതിങ്ങനെ ആസ്വദിച്ച് പോവാണ്. നമുക്ക് മറ്റ് പ്രതികരണങ്ങളിലേക്ക് കൂടി പോവാം. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ കാഴ്ച? നന്നായിട്ടുണ്ട്. എല്ലാ തവണയും വരാറുണ്ടോ? വരാറുണ്ട്. വളരെ വളരെ നല്ലതായിട്ടുണ്ട്. കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫ്ലവേഴ്സിൻ്റെ ഇതാണ്. ബോൺസായിയുടെ ഒക്കെ നല്ല. ആരും നിർബന്ധിച്ചിട്ടാ വന്നേ? അങ്ങനെയില്ല, സ്ഥലം വരെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ജസ്റ്റ് കയറാമെന്നും പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ടിക്കറ്റിൻ്റെ തിരക്കുണ്ട്, വീണ്ടും തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ടിക്കറ്റ് കിട്ടി, അങ്ങനെയൊക്കെ. നല്ല ടിക്കറ്റിന് നല്ല വിലയുണ്ടോ? അതിന് നല്ല ലാഭമാണ് ഈ ഒരു എമൗണ്ടിന്. അത്തരത്തിൽ ആളുകളൊക്കെ ഇതാ ഇങ്ങനെ ആസ്വദിച്ച് കൊണ്ടിരിക്കുകയാണ്. ചേച്ചി, എങ്ങനെയുണ്ട് കാഴ്ചയൊക്കെ? എല്ലാ കൊല്ലം വരാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വരും. ആദ്യമായിട്ട് വരാണ്. എവിടെയാ വീട്? എൻ്റെ വീട് കൊട്ടാരക്കര. ആദ്യമായിട്ട് വരാണ്.
ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ക്രിസ്മസിന് ആദ്യമായിട്ട്. ന്യൂ ഇയറിന് ഓണത്തിനൊക്കെ വരാറുണ്ടോ? ഓണത്തിന് വരാറുണ്ട്. ഓണത്തിനുള്ളതാണോ രസം? ഇതാണോ രസം? ഇതാണ് രസം. ഓക്കെ, ഇതുപോലെ ആസ്വദിച്ചോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് ചേട്ടാ? നന്നായിട്ടുണ്ട്. ഇഷ്ടമായോ മോനെ? എന്താ ഇഷ്ടമായത്? ഇവിടെ എല്ലാം ഇഷ്ടമായി എനിക്ക്. എല്ലാം ഇഷ്ടമായോ? ഓക്കെ, അങ്ങനെ എല്ലാം കുട്ടികൾ ഉൾപ്പെടെ എല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. രുചിഷ്, ഈ കനകക്കുന്ന് നിറയെ ഇങ്ങനെ ആളുകൾ ആസ്വദിച്ച് നടക്കുന്നത് കാണാം. അവർ സെൽഫി എടുക്കുന്നതും ആസ്വദിച്ച് നടക്കുന്നതിൻ്റെയും ഒക്കെ തിരക്കുകളിലാണുള്ളത്. എന്തായാലും ഓണക്കാലമാവട്ടെ, വിഷുക്കാലമാവട്ടെ, ഏത് കാലമാവട്ടെ, കനകക്കുന്ന് ഇങ്ങനെ ആളുകളാൽ നിറഞ്ഞു നിൽക്കും. അതിപ്പോൾ ഫ്ലവർ ഷോ ആയാലും ലൈറ്റനിങ് ആയാലും എല്ലാം ആളുകൾ ഇങ്ങനെ ആസ്വദിക്കും. അത് വിവിധ ജില്ലകളിൽ നിന്ന്, വിവിധ ഇടങ്ങളിൽ നിന്ന് ഉൾപ്പെടെ എന്തായാലും തലസ്ഥാനം ദീപാലങ്കൃതമായി ഇരിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷത്തിനൊപ്പം വരാനിരിക്കുന്ന പുതുവത്സര ആഘോഷവും അത്രമാത്രം ആവേശത്തോടെ തന്നെ തലസ്ഥാനം സ്വീകരിക്കുന്നു. എന്തായാലും സർക്കാരിൻ്റെയും ടൂറിസം വകുപ്പിൻ്റെയും എല്ലാം പരിപാടികളും അതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഈ രാത്രിയിലും അത് കാണാനായി എത്തുന്നത്. ഒരാഴ്ച ഇനിയും ഇത്തരത്തിൽ ആഘോഷം തുടരും. വിവരങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ്.